ഹായ്, വെൽക്കം ടു ഗാർഡനർ ബ്രോ. ഞാൻ ഹാരിസ്. ഞങ്ങളുടെ ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആയിരുന്നത്. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരുപാട് ഫോളിയേജ് പ്ലാന്റ്സിൻ്റെ ഒക്കെ കളക്ഷനുള്ള ഷെരീഫ് പൂങ്കുടി എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ സുഹൃത്തും അതുപോലെ തന്നെ ഞങ്ങളുടെ ഗുരുവുമായിട്ടുള്ള ഒരാളുടെ വീട്ടിലാണ്. കിനാവ് എന്ന് പേരിട്ടിട്ടുള്ള ഈ വീടിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഈ വീടിനോട് അടുത്ത് തന്നെ ഇതിൻ്റെ ബാക്ക് യാർഡായിട്ടുള്ള ഒരു വാട്ടർ ബാക്ക് യാർഡ് ഈ വീടിന് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ വീടിൻ്റെ നേരെ താഴെ തന്നെ ചാലിയാറിലേക്ക് എത്തുന്ന ഒരു തോട് പാസ് ചെയ്യുന്നുണ്ട്. ഇത് ചെറിയ ഒരു തോടല്ല, ഒരു അത്യാവശ്യം വലിയ ഒരു തോട് തന്നെയാണ്. അപ്പോൾ ഈ വാട്ടർ ബാക്ക് യാർഡിൻ്റെ മുകളിൽ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ഒരു സംവിധാനം ഇവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, ഒരു വലിയ ഒരു പുഴ, ചെറിയൊരു പുഴയെന്ന് പറയാം, ഒരു അത്യാവശ്യം വലിയ ഒരു തോട് തന്നെയാണ് ഉള്ളത്. നല്ല ഭംഗിയാണ്.
മാത്രമല്ല ഇതിന് ഈ ഇനിയിപ്പോൾ ഇച്ചിരി വെയിൽ കൂടി നിർത്തിയിട്ടോ ഒന്നും റെക്സ് ബിഗോണിയൻ്റെ മാതിരത്തെ പ്രശ്നങ്ങളെ ഇതിന് വരുന്നില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ സുഖം അതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഫ്ലവർ ഉണ്ടാവും മെയിനായിട്ട്, ലീവ്സിലും കാണാൻ ഭംഗി. മാത്രമല്ല ഇതുപോലെ എന്തുണ്ടാവും, ഇതുപോലെ നല്ല ഫ്ലവർ. ഇതിൻ്റെ തന്നെ ഇത് വരുന്നുണ്ട്, ഇതിൻ്റെ ഓറഞ്ച്. അതുപോലെ ഇതിൻ്റെ ഈ ഗ്ലോസി ടൈപ്പാണ് ഈ സാധനം. ഇപ്പോൾ ഈ കാണുന്നത് ഇത് കണ്ടോ, ഈ കാണാം, ഇത് നോക്കിയാൽ ഇതിൻ്റെ ഗ്ലൈസിങ് നോക്കിയാൽ ഭയങ്കര സ്റ്റൈലായിട്ട്. അല്ല അല്ല ഇതാണ് ഒറിജിനൽ പൊൾക്കാട് തൊട്ട് മക്കുലാറ്റ എന്ന് പറയുന്ന സാധനം ഇതാണ്. അതുപോലെ ഇത് അതിൻ്റെ വൈറ്റ് ഫ്ലവർ വരുന്ന വേറെ സാധനമാണ്. പിന്നെ ഈ വലിയ ലീവ്സ് വരുന്ന ഒരു ഇതാണിത്. ഇതുണ്ടോ, ഇത് കെയിൻ ബിഗോണി തന്നെയാണ്. അത് റെക്സ് അല്ല, കെയിനാണ്. കണ്ടോ, അതാ സ്റ്റെമ്മായിട്ട് വരുന്ന കെയിൻ ബിഗോണിയാണ് അത്. കണ്ടു കഴിഞ്ഞാൽ നമ്മള് റെക്സ് ബിഗോണി അത് ഇതേപോലത്തെ വൈറ്റില് റെക്സ് ഉണ്ട്, ഇത് അതിന്റെ കെയിനാണ്. അടിപൊളി. അതുപോലെ മെറ്റാലിക്ക എന്ന് പറയുന്ന ഒരു ഒരുപാട് വ്യത്യസ്തമായ കളറുകളിൽ ഫ്ലവർ ആയിട്ട് വരും. ഷെരീഫിന്റെ അടുത്ത് ഏറ്റവും കൂടുതലുള്ളത് ഫോളിയേജ് പ്ലാന്റ്സ് തന്നെയാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗോണിയാസ് ആണ്. കെയിൻ ബിഗോണിയാസ്, അതല്ലെങ്കിൽ ഏഞ്ചൽ വിങ് ബിഗോണിയാസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റാണ്. ഇതൊരു വലിയ ഏരിയ തന്നെ ഇത് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ നഴ്സറിയിലേക്ക് കിടക്കുന്ന ഈ ഒരു പാസേജിലാണ് ഈ ബിഗോണിയാസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. കയറുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഫീൽ, ഒരു ഫ്രഷ് ഫീലാണ് നമുക്ക് ഇവിടെ. ബിഗോണിയാസിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ അങ്ങനെ തൂക്കുചട്ടികളിൽ നിറയെ നമ്മുടെ പോത്തോസ്, മൈക്കൻസ്, അതുപോലെ തന്നെ ഗോൾഡൻ ലീഫ് പോത്തോസ്, അതുപോലെ തന്നെ ബ്രസീൽ ഒക്കെ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഹാങ്ങിങ് പ്ലാന്റ്സ് എന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഈ പോട്ടിൽ നിന്ന് ഹാങ് ചെയ്ത് നിൽക്കുമ്പം ഈ പോത്തോസ് എല്ലാം നല്ല ഭംഗിയായിരിക്കും. ഇത് മാർബിൾ പോത്തോസ് ഒക്കെ നല്ല ഭംഗിയായിരിക്കും. ഇതാ ബിഗോണിയാസിൻ്റെ പ്രൊപ്പഗേഷൻ സ്റ്റാൻഡാണിത്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഓൾമോസ്റ്റ് എല്ലാ വെറൈറ്റീസും ഇവിടെ ഈ ഒരു പ്രൊപ്പഗേഷൻ സ്റ്റാൻഡിൽ റെഡി ആയിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ബിഗോണിയ അല്ലാത്ത ഒരു വെറൈറ്റി നമ്മൾ കണ്ടു. ഈ റെക്സ് ബിഗോണിയ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് പേജുകളിലൊക്കെ കാണാറുണ്ട്. ഫേസ്ബുക്ക് പേജുകളിലും ഗ്രൂപ്പുകളിലൊക്കെ കാണുന്ന ഒരു വെറൈറ്റിയാണിത്. ഇത് പക്ഷേ റെക്സ് ബിഗോണിയ അല്ല, ഇത് സിസസ് ഡിസ്കളർ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. ഇത് ബിഗോണിയ ഫാമിലിയിലോ അല്ലെങ്കിൽ ആ ഒരു ജനുസിലോ പെട്ട പ്ലാന്റ് അല്ല. ഈ സിസസ് ഡിസ്കളർ എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റ് ആണ്. എൻ്റെ അടുത്തുനിന്ന് 2 തവണ നഷ്ടപ്പെട്ടു പോയ പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തൈ ഞാൻ ഷെരീഫിൻ്റെ അടുത്തുനിന്ന് വാങ്ങുന്നുണ്ട്. ഷെരീഫ് നമ്മുടെ വീഡിയോയിൽ വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ബിഗോണിയൻ്റെ സെക്ഷൻ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി ഞാനൊരു ബിഗോണിയ കളക്ടറല്ല. അതുകൊണ്ട് തന്നെ എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. വളരെ കുറഞ്ഞ വെറൈറ്റീസിൻ്റെ പേര് പോലും എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഷെരീഫിനെ ഈ ഒരു വീഡിയോയിലേക്ക് വിളിക്കണം. ഷെരീഫ്, അപ്പോൾ ഷെരീഫ് നിങ്ങളുടെ അടുത്ത് എത്ര വെറൈറ്റീസ് ബിഗോണിയ കെയിനിനങ്ങൾ കൂട്ടാതെ റെക്സിൽ തന്നെ ഏകദേശം 200-ലധികം വെറൈറ്റികൾ. 200-ലധികം വെറൈറ്റീസ് ഇതിൽ ഇവിടെ ഈ ഷെഡിലുണ്ട്. ബാലൻസ് അപ്പുറത്തെ ഷെഡിനകത്ത് മൊത്തത്തിൽ ബിഗോണിയകളുണ്ട് ആണല്ലേ.
എത്ര കാലമായിട്ട് നിങ്ങൾ ബിഗോണിയാസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബിഗോണിയ ഏകദേശം ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ പാടെ ബിഗോണിയ കളക്ട് ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും അത്രയും വെറൈറ്റികളില്ല. വെറൈറ്റികളൊക്കെ പിന്നെ ഇപ്പോൾ കൂടുതലായിട്ട് വെറൈറ്റികൾ കളക്ട് ചെയ്തത് ഇവിടെ അടുത്ത് ഏകദേശം ഒരു 2 വർഷത്തിന്റെ ഉള്ളിലായിട്ട്. ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ബിഗോണിയയിൽ ട്രെൻഡായി തുടങ്ങിയത്. ഫോളിയേജ് സെക്ഷൻ ഒരു തരംഗം വന്നപ്പോഴാണ് കൂടുതൽ ബിഗോണിയാസ് ഇലച്ചെടികളിലാണ് ഇപ്പൊ ആളുകൾക്കൊക്കെ മൊത്തം താല്പര്യം. ഇൻഡോർ ആയിട്ടുള്ളതും മറ്റും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണല്ലോ. അപ്പം ഇപ്പൊ എന്തായാലും ഒരുപാട് ആളുകൾ ബിഗോണിയ തെരഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ് വെറൈറ്റികൾ. അപ്പം മാക്സിമം വെറൈറ്റി നമുക്ക് കളക്ട് ചെയ്യാൻ കഴിയുന്നിടത്തോളം ഞാൻ കളക്ട് ചെയ്തു. ഇനിയും കുറച്ചും കൂടെ കളക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമ്മുടെ ഇതിപ്പോ ഫയർ വർക്ക്സ്, അതുപോലെ കേളി ടൈപ്സ്, ഇതെല്ലാം കേളി ടൈപ്സ് ആണ്. ഇത് കേളി ടൈപ്സ് ആണ്. പിന്നെ അതുപോലെ നമ്മുടെ കേളിയിൽ വരുന്ന ബ്ലാക്ക് മാമ്പ എന്ന് പറയുന്ന നല്ലൊരു വെറൈറ്റി ആണിത്. അടിപൊളി ബ്ലാക്ക് മാമ്പ അതിന്റെ ടെസ്റ്റ് അത്രയും തിരിഞ്ഞു വരും. അതുപോലെ നല്ല തിരിഞ്ഞു വരുന്ന മറ്റൊരു വെറൈറ്റിയാണ് കാണുന്നത്. എല്ലാ വെറൈറ്റികളും മാക്സിമം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചാൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത അത്രയും ഹെൽത്തി ആയിട്ടാണ് ഈ ബിഗോണിയാസ് ഒക്കെ നിൽക്കുന്നത്. കാരണം ഓരോന്നിന്റെ ബിഗോണിയ ശരിക്കും ഇത്രയല്ല, ഇതിലേറെ ഹെൽത്തി ആയിരുന്നു. ഇപ്പൊ ഈ ഏറ്റവും മുകളിലെ തട്ടിലുള്ളത് ഏറ്റവും ഹെൽത്തി ആയി നിൽക്കാൻ കാരണം അതിൽ നിന്ന് ഞാൻ അധികം കട്ടിങ്സ് എടുക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ലീവ്സ് കട്ട് ചെയ്യുന്നതിനോടാണ് ഇത് ഹെൽത്ത് ഇത്രയും കുറഞ്ഞത്. മറ്റേ ഇതിലേറെ ഹെൽത്തി നിൽക്കും. ഇത് നമ്മുടെ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്നത് വളമായിട്ട് ഉപയോഗിക്കുന്നത് ആട്ടിൻകാഷ്ടം പൊടി കിട്ടുന്നുണ്ട് ഇവിടെ. അപ്പോൾ ആട്ടിൻകാഷ്ടം പൊടിച്ചാണ് ഉപയോഗിക്കുന്നത്. അതാണ് ഇതിന്റെ ഒക്കെ രഹസ്യം മെയിൻ ഒന്ന് അത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ശരിക്കും അതിന്റെ കൂട്ടെന്ന് പറഞ്ഞാൽ 1 കപ്പ് ആട്ടിൻകാഷ്ടം എടുക്കുമ്പോൾ 2 കപ്പ് ചകിരിച്ചോറ് എടുക്കും, 3 കപ്പ് മണ്ണും എടുക്കും. പിന്നെ എന്റെ ചെടികളെല്ലാം ഞാൻ നനക്കുന്ന സ്പ്രിംഗ്ലർ വഴിയാണ്. സ്പ്രിംഗ്ലർ സെറ്റ് ചെയ്ത് അതിന് ഇറിഗേഷൻ കിട്ടുന്നുണ്ടെന്ന് അർത്ഥം. അതെ അതെ അതെ. ലീവ്സും ഹെൽത്തിയിൽ നിൽക്കണ നനഞ്ഞ് കിട്ടുമ്പോൾ ലീവ്സും കൂടെ അതേ ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ മെയിനായിട്ട് ഇതിന് ബിഗോണിയക്ക് ഏറ്റവും താല്പര്യം ഫസ്റ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ ഈ വളം ചെയ്യുന്നു എന്നല്ലാണ്ട് പിന്നെയുള്ള വളം നമ്മുടെ ചാണകപ്പൊടി പോലത്തൊക്കെ ഉപയോഗിക്കുന്നത് വലിയ ഗുണമില്ല. പ്ലാന്റ് കെട്ടുപോകുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. ഫംഗൽ അറ്റാക്ക് വന്നിട്ട് ഫംഗൽ നല്ല വരുന്നുണ്ട്. പിന്നെ ഞാൻ മാസത്തിൽ 1 തവണ ഫംഗസൈഡ് ഉപയോഗിക്കുന്നുണ്ട്. അത് നിർബന്ധമാണ്. ബിഗോണിയ കംപ്ലൈന്റ് ഇല്ലാണ്ട് നിൽക്കണേ നിർബന്ധം. എന്നാൽ തന്നെ നമ്മളിതാ ഇതുപോലെ ചിലതൊക്കെ ഉണ്ടോ ഇതുപോലെ നഷ്ടപ്പെടുന്നുണ്ട്. മാക്സിമം നമ്മൾ കെയർ ചെയ്ത് നോക്കും. എന്നാലും ചിലപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിന് രാസവളം നല്ലതാണ്. അതായത് മാസത്തിൽ 1 തവണ 17 എന്ന് പറയുന്നൊരു വളമുണ്ട്. NPK 17. യെസ്, അത് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് നനച്ചു കൊടുത്താൽ ബെസ്റ്റാണ്. അല്ലാതെ മറ്റു വളങ്ങളൊക്കെ കഴിയുന്നതും ഒഴിവാക്കാം. ബിഗോണിയക്ക് ശരിക്കും ബിഗോണിയയുടെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് വളം കുറവ്, വെള്ളം കുറവ്, വെയിൽ കുറവ്, എല്ലാം കുറവ്. നമ്മളെ മെയിൻ്റെനൻസ് തന്നെ ഏറ്റവും കുറവ്. അധികം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇപ്പൊ ഈ അടിവശം ഏറ്റവും മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലം അടിവശമാണ്. ഇവിടെ അത്രയും ചെടി ഹെൽത്തി അല്ല. അതേസമയം എനിക്ക് എത്താത്ത സ്ഥലമാണ് ഈ മുകൾ വശം. അത് നോക്കിയേ, അത് നല്ല ഹെൽത്തി ആയിരിക്കും. മെയിൻ്റെനൻസ് തന്നെ കുറച്ച് കുറഞ്ഞാൽ അവിടെയാണ് നന്നാവുക. അധികം മെയിൻറ്റെയിൻ ചെയ്താൽ സാധനം നാശമാവും. നമ്മൾ സ്നേഹം കൊടുക്കുന്നതോറും നാശാവുന്ന ചെടിയാണ്. അതെ, അതായത് ഒരുപാട് വെള്ളം ഒന്നും കൊടുക്കാൻ ഒരു ചെടിയാണെന്ന് അർത്ഥം. എന്നാൽ ഒരു കെയറിങ് വേണം. അതെ അതെ അതെ, യെസ്. ഇച്ചിരി റിസ്ക് തന്നെയാണ് വളർത്താൻ. കുറച്ച് റിസ്ക് ഉള്ളൊരു ചെടിയാണ്. ഈ ബിഗോണിയാസ് ഗ്രീൻ ഷെയ്ഡ് നെറ്റിന്റെ താഴെ ആയതുകൊണ്ട് തന്നെ എത്രത്തോളം ക്യാമറയിൽ ഈ വീഡിയോസ് ഇതിന്റെ ഭംഗി നമുക്ക് കാണിക്കാൻ പറ്റും എന്നുള്ളത് അറിയില്ല. എന്തായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഷെരീഫ്, ഞങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെ കുറേ പോട്ടുകളിൽ ലീഫ് ഇങ്ങനെ കട്ട് ചെയ്ത് പീസാക്കി കുത്തി വെച്ചതായിട്ട് കണ്ടു. ഇങ്ങനെ തന്നെയാണല്ലേ ഞങ്ങൾ പ്രൊപ്പഗേഷൻ ചെയ്യുന്നത്? പ്രൊപ്പഗേഷൻ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, ലീവ്സിലൂടെ. അതായത് ഇതിന്റെ നമ്മൾ കട്ടിങ്സ് എടുത്ത് വെക്കുകയാണ് അധികം തൈകൾ കൂടുതൽ. നമുക്കിപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ്, ഇത്ര ആളുകൾക്ക് കൊടുക്കാനൊന്നും ഇതുപോലെ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് നമ്മൾ ലീവ്സ് കട്ട് ചെയ്തിട്ടാണ് ഏറെക്കുറെ. ബിഗോണിയ മാത്രമല്ല, നമ്മൾ കട്ടിങ്സ് വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും നന്നാവുന്നത് ലീവ്സിലൂടെയാണ്. ഇപ്പൊ ഇതുപോലെ നമ്മളിപ്പോ ഇതിന്റെ ഇപ്പൊ ഈ ഒരു ഇനത്തിന്റെ തൈയാണ് കാണുന്നത്. ഇതൊക്കെ ലീഫ് വെച്ച് കട്ട് ചെയ്ത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള തൈകളാണ്. ഇതിലിപ്പോ നമ്മളിപ്പോ ഈ കാണുന്ന ഈ ഒരു വലിയ ലീവ്സ് ആണ് വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഇത്തരം 2ഉം 3ഉം സൂട്ടുകളോട് കൂടി തൈകൾ ഇങ്ങനെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ എത്ര ഒരു ലീഫ് കുത്തി വെച്ച് കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞാലാണ് നമുക്ക് കൊടുക്കാൻ പരുവത്തിലേക്ക് ആവുന്നത്? ഏകദേശം ഒരു
2 മാസത്തെ വളർച്ച. 2 2 മാസത്തെ നമ്മൾ വളർച്ച കെയർ ചെയ്തേ പറ്റൂ. അതെ അതെ. അതിന്റെ ഇടയിൽ ഫംഗൽ അറ്റാക്ക് ഒക്കെ വരാൻ സാധ്യതയുണ്ടോ? എല്ലാം നല്ലവണ്ണം വരും. നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്യണം എന്നർത്ഥം. അതെ, നമ്മൾ ലീവ്സ് വെച്ച് കഴിഞ്ഞാൽ ഒരു 50 ലീവ്സ് വെച്ചാൽ അതിനകത്തൊരു മാക്സിമം 25 കിട്ടുള്ളൂ. നമ്മുടെ ഈ ക്ലൈമറ്റിൽ അങ്ങനെയാണ്. ഇനി അതേസമയം വയനാട് കൂടുതൽ കിട്ടുന്ന സ്ഥലം വയനാട് പോലത്തെ നല്ല ഹൈ റേഞ്ച് ഏരിയ ആണെങ്കിൽ ഇതിലേറെ കളറ് കിട്ടും, അതുപോലെ കൂടുതൽ തൈകളും കിട്ടും. പക്ഷെ ഇതിന്റെ പ്രശ്നം വരുന്നത് അത്തരം സ്ഥലങ്ങളിൽ നിന്നുള്ള ചെടികൾ താഴെ നമ്മുടെ ക്ലൈമറ്റിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആ കളറ് പിന്നീട് കിട്ടത്തില്ല. ഇപ്പൊ ഈ ചെടി തന്നെ വയനാട് പോലത്തെ വയനാട് പോലത്തെ സ്ഥലങ്ങളിൽ നല്ല റെഡിഷ് കളർ വരുന്നതാണ്. ഇത് യാതൊരു കാരണവശാലും നമ്മുടെ കേരളത്തിലെ മറ്റുള്ള ക്ലൈമറ്റുകളിൽ ഈ കളറേ കിട്ടത്തുള്ളൂ, ഇതിലേറെ കളറ് വരത്തില്ല. അതാണ് ഈ ഇത്തരം ചെടിയുടെ പ്രശ്നം. ഇപ്പൊ ഇവിടെ കിട്ടുന്ന ഈ കളർ ഇതെന്നും നിലനിൽക്കും. എന്തായാലും ഒരു കുറച്ച് വെറൈറ്റീസ് ഞങ്ങൾക്ക്. ഓക്കെ, തീർച്ചയായും. താങ്ക് യു. അപ്പോൾ ബിഗോണിയാസിൻ്റെ ഈ ഒരു സെക്ഷനോട് കൂടിയിട്ട് ഞങ്ങൾ ഇവിടെ തൽക്കാലം ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട്. എപ്പിഷിയയുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കളക്ടറിൽ ഒരാളാണ് നമ്മുടെ ഷെരീഫ്. അതുപോലെ തന്നെ ഒരുപാട് ഫോളിയേജ് പ്ലാന്റ്സ് ഉണ്ട്. സിങ്കോണിയത്തിൻ്റെ വലിയൊരു സെക്ഷൻ തന്നെ ഉണ്ട്. അതുപോലെ ഒരുപാട് പ്ലാന്റ്സിൻ്റെ വലിയ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാം. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും 1000 നന്ദി. ഞങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ഇനിയും വരും.